കൈ കിട്ടിയിട്ടേ സ്കൂളിൽ പോവാന്നായിരുന്നു വിനോദം നേരത്തെ പറഞ്ഞത്. ഇപ്പൊ ഒരു സമാധാനം ഉണ്ടോ? വേദന ഉണ്ടോ ഇപ്പൊ കൈക്ക്? ഇല്ല. വെച്ചപ്പോ കുഴപ്പമില്ല, ഒന്നും തോന്നിയില്ല. സന്തോഷം തോന്നിയില്ലേ? ഓ. ഇനിയിപ്പോ സ്കൂളിൽ പോണ്ടേ നമുക്ക്? എന്ത് മുതലാ പോണേ? അടുത്ത വർഷം പോവും. ഗിഫ്റ്റ് ഒക്കെ തന്നല്ലോ, ഞങ്ങള് കണ്ടല്ലോ. ഇനി ഈ കൈ കഴിഞ്ഞിട്ട് വേറെ കൈ വെക്കണം പറഞ്ഞു. മോള് വലുതാകുമ്പോ അതനുസരിച്ച് മാറ്റം വരുമ്പോ ഇത് മാറ്റി വെച്ച് തരാന്നല്ലേ? നന്നായിട്ട് പഠിക്കണം പറഞ്ഞോ? പറയേണ്ട കാര്യമാണോ? അതിപ്പോ ഒബ്വിയസ് അല്ലേ, എന്നിട്ട് പഠിക്കണല്ലോ. ഓഫാക്കണോ? ഓഫാക്കാട്ടോ. അമ്മയുടെ അടുത്തല്ലോ. ആശ്വാസമുണ്ടോ ഇപ്പൊ? ഓ, ആശ്വാസമുണ്ട്. എന്താ പറഞ്ഞാൽ നമുക്ക് ഇത്രയും നമ്മൾ ചെയ്തിട്ട് നമുക്ക് കിട്ടിയില്ല, പക്ഷെ ഇപ്പം നമുക്ക് കിട്ടി. ഭയങ്കര സന്തോഷമുണ്ട്. അവള് ഓക്കെയാണ്. അവൾക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എന്താ പറഞ്ഞാൽ നല്ല അവൾക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഇതായല്ലോ. അപ്പോൾ ഭയങ്കര സന്തോഷമായി ഞങ്ങൾക്ക്. അതെ അതെ, നമ്മളിപ്പോൾ വീട്ടിൻ്റെ കാര്യം കൂടി സാറിനെ കൊണ്ട് പറഞ്ഞു. ഞങ്ങൾക്ക് സ്ഥലമില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാറ് അതും കൂടി നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെയെങ്കിലും സാറ് തന്നെ സ്ഥലം മേടിച്ച് തരാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വേറൊരു ആൾക്കാർ വീട് വെച്ച് തരാൻ പറഞ്ഞിട്ടുണ്ട്, മലപ്പുറത്ത്. അപ്പോൾ അവർ നമുക്ക് വെച്ച് തരും. അപ്പോൾ സാറൊന്ന് സ്ഥലം കണ്ടുപിടിക്കണം പറഞ്ഞപ്പോൾ അപ്പോൾ ഞങ്ങൾ ഈ കയ്യിൻ്റെയും കൂടി ചോദിച്ചു, സാറേ കൈ ഇനി അടുത്തത് എന്ത് ചെയ്യണം ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു, നിങ്ങളൊന്നും കൊണ്ട് പേടിക്കണം, നിങ്ങളുടെ നേരെ വന്നാൽ മതി, ഇത് മാറ്റുന്ന സമയത്ത് ഇങ്ങോട്ട് നേരെ വന്നാൽ മതി, ഞങ്ങൾ ബാക്കി ഞാൻ എല്ലാം നോക്കാമെന്ന് പറഞ്ഞ് നമുക്ക് ഉറപ്പ് തന്നിട്ട് പോയിട്ടുണ്ട്. ഇവിടെ നിന്ന് സാറ് വരുമ്പോൾ അതെ നമ്മൾ നോക്കണം. ഇന്നും എക്സസൈസ് ഉണ്ടാവും, നാളെയും ഉണ്ടാവും എക്സസൈസ്. അതെല്ലാം ചെയ്തിട്ട് നമ്മൾ പോകും. അതെ, സ്കൂളിൽ വിടണം. അതാണ് നമുക്ക് തയ്യാറെടുപ്പ്. ഇനി ഇവർ വിമൺ ജസ്റ്റിസ് മൂവ്മെൻ്റ് ആണ്. ഇത് പറഞ്ഞാൽ നമ്മൾ പാലക്കാട് പോകുന്ന സമയത്തൊക്കെ നമ്മുടെ കൂടെ വരുന്ന ആൾക്കാരാണ് ഇവർ. നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. നമ്മൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് നമ്മൾ ഇവരെയും കൂട്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഓരോ സ്ഥലം നമ്മൾ കലക്ടറിൻ്റെ അവിടേക്ക്, അങ്ങനെ ആരോഗ്യമന്ത്രി അങ്ങനെ പോകുമ്പോൾ ഇവരിനെയും കൂട്ടിയിട്ട് നമ്മൾ പോയത്.